എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ അല്ലെ ഹസ്ബൻഡോ എന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇതുവരെയുള്ള മെയിൽ ഫ്രണ്ട്സുമായിട്ടുള്ള കോൺടാക്റ്റുകളൊക്കെ ഉപേക്ഷിക്കണം, അവർക്ക് സംസാരിക്കാൻ പാടില്ല, അവർക്ക് ചാറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ റിയാക്ട് ചെയ്യുക? അത് കേൾക്കുമോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യോ? റിജക്ട് ചെയ്യും. അതില് വേറെ വാക്കൊന്നുമില്ല, റിജക്ട് ചെയ്യും. മനസ്സിലാക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറാണ്, എന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ അങ്ങനത്തെ ഒരാളെയാണല്ലോ നോക്കി അതായത് മനസ്സിലാക്കണം, നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മൾ അയാളുടെ അടുത്ത് ജെന്യുവൻ ആയിട്ട് നിൽക്കുന്നു അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സോ എന്തിനു വേണ്ടിയിട്ട് അയാൾ അങ്ങനെ പറയണം? എന്നാൽ നമ്മളൊരു ലിമിറ്റ് വെക്കുക. ഫ്രണ്ട്ഷിപ്പിനാണെങ്കിലും ഒരു ലിമിറ്റ് വെക്കുക. അങ്ങനെ ഈ പറയുന്ന മെയിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഒക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കോൺടാക്ട് ഉപേക്ഷിക്കണം, അവരായിട്ട് ചാറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക? എങ്ങനെയായിരിക്കും അതിന്റെ റിയാക്ഷൻ? അതിപ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കൂ. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണല്ലോ പ്രിഫർ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. അതായത് അത് അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കോ? എങ്ങനെയാണ്? ചവിട്ടി പുറത്താക്കും. അത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ? ഇവിടെ ഞാൻ ചവിട്ടി പുറത്തൊന്നും ആക്കൂല. റീസൺ ഒഴിക്കൂ. എന്താ പിന്നെ ഓനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. പിന്നെ റീസൺ ഒന്നും ഇല്ലാണ്ട് വെറുതെ ഒഴിവാക്കുന്ന എന്തിനാ? അപ്പൊ പ്രത്യേകിച്ച് ഒരു റീസൺ പറയാതെ അവരെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും ഒഴിവാക്കൂല. എന്തിനാ വെറുതെ? അതന്നെ, ഒരു ഫ്രണ്ട്സിനെ ഒഴിവാക്കൂലല്ലോ. പിന്നെ നമ്മളെന്തിനാ ഒഴിവാക്കുന്നത്? രണ്ടുപേരെ പോലല്ലേ. ഓക്കെ താങ്ക് യു. അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫ്രീഡം ഈ ഒരു റിലേഷൻഷിപ്പിൽ ആവുമ്പം വേണല്ലോ. എന്തായാലും നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതാക്കും? ആ റിലേഷൻ ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യും? നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെങ്കിലല്ലേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അങ്ങനെ കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. അതിന് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് നമ്മളെ അടുത്തുള്ള വ്യക്തമായ റീസൺ വേണം. അവർക്ക് അത് പ്രൂവ് ചെയ്തിട്ട് ഇന്നതാണ് റീസൺ എന്ന് ന്യായമായിരിക്കണം. പിന്നെ നമുക്കും അറിയാം, ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഇത്തരം മെയിൽ ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയാ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മൾ അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. എങ്ങനെയൊക്കെയാണെങ്കിലും ആ ബോധം നമ്മളെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു റീസൺ അല്ലെങ്കിൽ മെയിൽ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് കമ്പനി പാടില്ല എന്ന് പറയാനുള്ള ഒരു അവസ്ഥ നമ്മൾ വരുത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ.